പിതാവായ ദൈവമേ, ഞങ്ങൾ ഇവിടുത്തെ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങൾ ഇവിടുത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഇവിടുത്തോട് നന്ദി പറയുന്നു. ലോകത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ശാലോം ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കുന്ന ഈ ദൈവമക്കളെ ഓരോരുത്തരെയും ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി കാഴ്ചവെക്കുന്നു. പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും ദുഃഖങ്ങളിലും ബന്ധനത്തിലും കഴിയുന്ന ഓരോരുത്തരെയും പിതാവായ ദൈവമേ, ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് ഉപദേശിക്കുന്നു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഒരിക്കൽ കൂടി, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രിയപ്പെട്ട മക്കളെ, പ്രലോഭനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. എത്ര വലിയവരായിക്കൊള്ളട്ടെ, എത്ര ചെറിയവരായിക്കൊള്ളട്ടെ, എത്ര ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിൽ അകപ്പെട്ടവർക്കാണെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഒരു പ്രലോഭനത്തിൽ നിന്നാണ്. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് കിടക്കുമ്പോൾ പിശാച് വന്ന് പ്രലോഭിക്കുകയാണ്. ഈ കല്ലുകളോട് അപ്പമായി തീരാനായിട്ട് യേശു പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വിശപ്പിൻ്റെ പ്രലോഭനത്തിൽ നിന്നാണ്. പരസ്യ ജീവിതം അവസാനിക്കുന്നത് ദാഹത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നത് നാം ആരാണെന്ന് തിരിച്ചറിയാനും ദൈവം ആരാണെന്ന് അറിയാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ദൈവം മനുഷ്യന് പരീക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ടെംപ്റ്റ് ബട്ട് ടെസ്റ്റ്. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ ക്ഷമയോടെ അതിനെ സ്വീകരിക്കണം. പിശാച് വരുന്നത് പരീക്ഷിക്കാനാണ്. പിശാചിന്റെ പരീക്ഷകളെ നമ്മൾ തകർത്തു കളയണം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പിശാച് ഏറ്റവും നല്ലതാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും മോശമായതാണ് അവൻ സമ്മാനിക്കുക. ഏറ്റവും മഹോന്നതമായത് അവൻ ഓഫർ ചെയ്യും. എന്നാൽ ഏറ്റവും മോശമായതാണ് മനുഷ്യർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുക. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയാനും വേണ്ടിയിട്ടാണ് പ്രലോഭനങ്ങൾ നമുക്ക് തരുന്നത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മെ എളിമപ്പെടുത്താൻ. ഒന്ന്, നമ്മെ വിനീതരാക്കാൻ. 2, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നത്. ആ പ്രലോഭനങ്ങളെ ക്ഷമയോടെ അഭിമുഖീകരിക്കാനാണ് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, 40 സംവത്സരക്കാലം മരുഭൂമിയിലൂടെ നടന്നിട്ട് നിന്റെ വസ്ത്രം പഴകിപ്പോയില്ലല്ലോ,
നിന്റെ കാലുകൾക്ക് വിങ്ങലുണ്ടായില്ലല്ലോ. ദൈവം നമ്മെ പരിശോധിച്ചറിയാൻ വേണ്ടി ജീവിതത്തിൻ്റെ പല പരീക്ഷകളും ഉണ്ടാകുമ്പോൾ തകർന്നു പോകരുത് എന്ന് ദൈവമായ കർത്താവ് വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, പ്രലോഭനങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്തെല്ലാം പ്രലോഭനങ്ങളാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ പ്രലോഭനം, ദുരാശകളുടെ പ്രലോഭനം, അഹങ്കാരങ്ങളുടെ പ്രലോഭനം. മക്കളെ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നത് അശ്രദ്ധയിലൂടെ, അലസതയിലൂടെ, അഹങ്കാരത്തിലൂടെയാണ് പ്രലോഭനം നമുക്കുണ്ടാകുന്നത്. എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, എനിക്ക് എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും, എനിക്ക് തെറ്റുപറ്റുകയില്ല, ഇങ്ങനെയുള്ള അഹങ്കാര ചിന്ത അശ്രദ്ധയിൽ നിന്നും അലസതയിൽ നിന്നുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, പാപത്തിന് പ്രതിരോധനം ഏർപ്പെടുത്താത്തത് കൊണ്ടാണ്, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് പ്രലോഭനങ്ങൾ നമുക്കുണ്ടായിത്തീരുന്നത്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇന്ന് നമ്മുടെ പ്രധാനമായ ചിന്താ വിഷയം. പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കുന്നില്ല എങ്കിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ലെങ്കിൽ ഭക്തിയുടെ പ്രവാഹം നമുക്കുണ്ടാകില്ല. പ്രാർത്ഥിക്കാൻ പറ്റില്ല, വിശുദ്ധ ബലിയിൽ പോകാൻ തോന്നില്ല, ജപമാല ചൊല്ലാൻ സാധിക്കുകയില്ല, കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ തോന്നില്ല. ഭക്തിയുടെ പ്രവാഹം നിലച്ച് പോകുന്നതാണ് പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിച്ചില്ല എങ്കിൽ നമ്മൾ സംഭവിക്കുന്നത്. മാത്രവുമല്ല, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അധീനരോട്, തൊഴിലാളികളോട്, നമ്മളുമായി സമ്പർക്കത്തിൽ കഴിയുന്ന എല്ലാവരോടും ആവശ്യമില്ലാതെ തട്ടിക്കയറുക, ദേഷ്യപ്പെടുക. ഇതൊക്കെ സംഭവിക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കാതെ ദൈവീക ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാർ പറുദീസായിൽ എത്രയോ സന്തോഷമായി ജീവിച്ചതാണ്. ദൈവത്തിൻ്റെ കൂടെ ഉലാത്താൻ നടന്നവരാണ്. അവർക്ക് എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവർക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ പറുദീസ ഇന്ന് പുറത്താകുകയാണ് ഉണ്ടായത്. പറുദീസ നഷ്ടമാണ് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് സംഭവിച്ചത്. വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ മരണത്തെയും. ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട ഒരു ആത്മാവിൻ്റെ ദുരന്തമാണ് ഈ കേട്ടത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, തങ്ങളുമായി അനുദിനം ഇടപഴകുന്ന വ്യക്തികളോട് സ്നേഹത്തോടെ സൗഹാർദ്ദതയോടെ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ നീ ശ്രദ്ധിക്കണം, ദൈവിക ജീവൻ നിന്നിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ ഒന്നാമത് സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ കാര്യം, സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകാണ് ചെയ്യുക. സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാറില്ലേ, വിശുദ്ധന്മാരുടെയും
രക്തസാക്ഷികളുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പരിധിയില്ലാതെ സ്നേഹിക്കുകയും പരാതിയില്ലാതെ സഹിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറില്ലേ? പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ, ചില കുടുംബാംഗങ്ങൾ, ചില ഇടവക അംഗങ്ങൾ, ചില സഹപ്രവർത്തകർ പരിധിയില്ലാതെ നമ്മെ സ്നേഹിക്കുകയും പരാതിയില്ലാതെ സഹിക്കുകയും ചെയ്യുന്നവർ. അത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരീക്ഷകൾ ഉള്ളത് നമുക്ക് നല്ലതാണ്. പരീക്ഷകൾ ഒന്ന് അതിജീവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഭിഷേകമുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പരീക്ഷയെ നമ്മൾ അതിജീവിച്ചാൽ ഉടനെ തന്നെയാണ് അഭിഷേകമുണ്ടായിത്തീരുന്നത്. പിശാചിനെ ചെറുത്ത് നിൽക്കുമ്പോൾ പിശാച് നമ്മെ നിന്ന് ഓടിയകന്നുകൊള്ളും. പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രലോഭനങ്ങൾ അതിജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ പരമമായ സത്യം. നമുക്കറിയാമല്ലോ, എത്ര വിശുദ്ധമായി ജീവിക്കുന്ന ആളുകൾക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ജെറൂസലമിൽ ധ്യാനത്തിൽ സംബന്ധിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഫാദർ, ഇവിടെ വന്ന് പ്രേമബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു, എന്നാലും അതിൻ്റെ ഓർമ്മ വിട്ടുപോകുന്നില്ല. ധ്യാനമന്ദിരങ്ങളിൽ പോയി ധ്യാനം കൂടി, വ്യഭിചാരത്തിന് ആസക്തിയെ വിട്ടുപോയി, എന്നാലും പിന്നീട് അത് വരുന്നു. എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പരിധിയില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ, പരാതിയില്ലാതെ സഹിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ ജീവിതത്തെ ദൈവം ക്രമപ്പെടുത്തി കൊടുക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം ഉത്ബോധിപ്പിക്കുകയാണ്. വർഷത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസം ദൈവസന്നിധിയിൽ പോയി വചനം ശ്രവിക്കാനും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും നീ സമയം കണ്ടെത്തുമെങ്കിൽ ഒരു സ്വർഗീയ ജീവിതം ദൈവം നിനക്ക് സമ്മാനിക്കും. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക. മനുഷ്യന്റെ സൃഷ്ടികർമ്മം അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നിത്യാനന്ദം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. വചനം ശ്രവിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് വിശുദ്ധനായ അഗസ്തീനോസ് വിളിച്ചു പറഞ്ഞത്, ദൈവമേ, അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഹൃദയം അങ്ങിൽ വിലയം പ്രാപിക്കുന്നവരെ ഞാൻ അസ്വസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് പ്രേരണ തരുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോഴാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൻ്റെ ചിന്ത നമ്മിൽ നിന്ന് വിട്ടുപോകുകയും പാപത്തിന് നമ്മൾ അടിമകളായി തീരുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് ധ്യാനമന്ദിരങ്ങളിലും അച്ഛന്മാരെയൊക്കെ കാണാൻ വരുമ്പോൾ ഒരു കാര്യമാണ് പറയുന്നത്, സമാധാനമില്ല അച്ചു, സമാധാനമില്ല. വീടുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, സമാധാനമില്ല അച്ചു. സമാധാനം നഷ്ടപ്പെടുത്തുന്നവനാണ് പിശാച് എന്ന് പറയുന്നത്. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി പറയുന്നു, എവിടെ സമാധാനമുണ്ടോ അവിടെ ദൈവമുണ്ട്, എവിടെ ദൈവമുണ്ടോ അവിടെ സമാധാനമുണ്ട്. ഈശോ പറഞ്ഞില്ലേ, സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീരണമെങ്കിൽ സമാധാന സംസ്ഥാപകരായിട്ട് നമ്മൾ മാറണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാതിരിക്കുമ്പോൾ സമാധാനം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്.
രമ്യതയിൽ കഴിയാൻ പറ്റാതെയായിത്തീരുന്നു, സ്നേഹത്തിൽ കഴിയാൻ പറ്റാതെയായിത്തീരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും അടഞ്ഞ വാതിലുകൾ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഗതിമുട്ടിയ ജീവിതങ്ങൾ. സമാധാനം വരുമ്പോഴോ അടഞ്ഞ വാതിൽ തുറക്കപ്പെടും, അടഞ്ഞ വഴികൾ തുറക്കപ്പെടും. നിന്റെ മുമ്പിൽ ദൈവം നിൽക്കുന്ന നിനക്ക് കാണാൻ സാധിക്കും. പ്രലോഭനങ്ങളെ അതിജീവിക്കാതിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകുകയാണ്. എനിക്ക് സമാധാനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുമായി കൂടിക്കഴിയുന്ന ഒരാൾക്കും സമാധാനം കൊടുക്കുവാൻ സമ്മതിക്കുകയില്ല. കാരണം ദുഷ്ടതയുടെ, തിന്മയുടെ ദുരാത്മാവാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാര്യം, മനുഷ്യബന്ധങ്ങൾ തകർന്നു പോകും. മദ്യപിക്കുന്ന ഒരപ്പൻ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു മകൻ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. കുടുംബ ബന്ധങ്ങൾ തകരാൻ മറ്റൊന്നും വേണ്ട. ഭാര്യ ആരാണ്, മരുമകൾ ആരാണ്, പേരക്കുട്ടി ആരാണ്, സഹോദരൻ ആരാണ്, സഹോദരി ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മനുഷ്യബന്ധങ്ങൾ തകർന്നു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യബന്ധങ്ങളെ ദൃഢീകരിക്കണമെങ്കിൽ, ശക്തീകരിക്കണമെങ്കിൽ പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഡോണ്ട് ലുക്ക്, പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല. ഡോണ്ട് ടച്ച്, പിന്നെ സ്പർശിക്കുന്നില്ല. ഡോണ്ട് എക്സ്പീരിയൻസ്, പിന്നെ അനുഭവിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ശാലോം മിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവമായ കർത്താവ് പറയുന്നു, മനുഷ്യബന്ധങ്ങളെ നീ ദൃഢീകരിക്കുക, മനുഷ്യബന്ധങ്ങളെ നീ ശക്തീകരിക്കുക. മനുഷ്യബന്ധങ്ങളെ തകർക്കുന്നത് പ്രലോഭനമാണ്, മനുഷ്യബന്ധങ്ങളെ തകർക്കുന്നത് പിശാചാണ്, തിന്മയുടെ ദുരാത്മാവാണെന്ന് നീ തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, അയൽവാസിയുടെ ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ ദുരാത്മാക്കളും വിട്ടുപോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. മനുഷ്യബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നത്, മനുഷ്യബന്ധങ്ങളെ തകർത്ത് കളയുന്നത് പ്രലോഭനങ്ങളാണ്. അവസാനമായി, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. കണ്ണുനീരോടെ അനേകം മക്കൾ വന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം പറയുന്നു, നീ കരമുയർത്തുമ്പോൾ ഞാൻ മുഖം നിറച്ചു നിൽക്കും. നിന്റെ കൈകളിൽ പാപത്തിന്റെ കറയുണ്ട്, രക്തത്തിന്റെ കറയുണ്ട് എന്ന്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു ജീവിക്കുന്നു എന്നുള്ളതാണ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ, അനുതപിക്കാതിരിക്കുമ്പോൾ, കുമ്പസാരിക്കാതിരിക്കുമ്പോൾ, ഹൃദയത്തിൽ പാപം വയ്ക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. കഴിഞ്ഞൊരു നാൾ, ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പക്കലേക്ക് വരികയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, എല്ലാം ശരിയാവും ഫാദറെ, അവസാനത്തെ പോയിന്റ് വരുമ്പോൾ അത് തട്ടിക്കളയും. ഒരു ജോലിക്ക് പോയാൽ, വിദേശത്തേക്ക് പോയാൽ, ഒരിക്കൽ മെഡിക്കൽ ടെസ്റ്റിന് പോയാൽ അവസാനത്തെ സ്റ്റേജിൽ വെച്ച് തട്ടിപ്പോകാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നീ പള്ളിയിൽ പോകാറില്ലേ? കുമ്പസാരിക്കാറില്ലേ? വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ടോ? അവൻ കീഴോട്ട് നോക്കി നിന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ധ്യാന മന്ദിരത്തിൽ പോയി, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഞായറാഴ്ച കൂടാതെ
സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോയി നീ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ആ നല്ല ചെറുപ്പക്കാരൻ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ജെറൂസലം ധ്യാന കേന്ദ്രത്തിൽ വരികയുണ്ടായി. ഞാൻ പറഞ്ഞു, പോയി ഒന്ന് കുമ്പസാരിക്കുമാനെ എന്ന്. കുമ്പസാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വരികയാണ്. ഫാദറെ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്രയോ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, എത്രയോ മെഡിക്കൽ ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു, അവിടെയെല്ലാം പരാജയപ്പെട്ടു പോയി. കഴിഞ്ഞ ആഴ്ചയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അടുത്ത ദിവസം പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലവരുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്ന ഉണ്ടായിരിക്കും. വേറെ ചിലരുടെ പ്രാർത്ഥന അല്പം താമസിച്ചാണ് കേൾക്കുക. വേറെ ചിലരുടെ പ്രാർത്ഥന പരോക്ഷമായിട്ടാണ് ദൈവം കേൾക്കുക. വേറെ ചില പ്രാർത്ഥന ഒരിക്കലും കേൾക്കുകയില്ല. ചിലവർക്ക് ഒരു ദൈവാലയത്തിൽ പോയി, ഒരു തീർത്ഥസ്ഥലത്ത് പോയി ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയവരെ എനിക്കറിയാം. വേറെ ചിലവർ 1-2 വർഷങ്ങൾക്ക് ശേഷം അവിടെ പ്രാർത്ഥന കേട്ടത്. വേറെ ചിലപ്പോൾ പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ സഹിക്കാനുള്ള ശക്തി, പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തെ പ്രാർത്ഥിക്കാനുള്ള ശക്തി, അതൊക്കെ പരോക്ഷമായിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നതാണ്. വേറെ ചിലത് ഒരിക്കലും കേൾക്കുന്നില്ല. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടുതൽ മോശമായി തീരുമെന്ന് ദൈവത്തിനറിയാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ എന്തേ പിൻവലിച്ചത്? അതിനാൽ ചിന്തിച്ച് അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പാം. പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള സന്ദേശമാണ് കർത്താവ് നൽകിയത്. പലതരത്തിലുള്ള പ്രലോഭനത്തിൽ അകപ്പെട്ട മക്കൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. കണ്ണിൻ്റെ ദുരാശകൾക്ക്, ജഡത്തിൻ്റെ ദുരാശകൾക്ക്, ജീവിത അഹങ്കാരത്തിൽ പെട്ടുപോയി പിശാചിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, പ്രലോഭനങ്ങളെ അതിജീവിച്ച് സ്വർഗത്തിൻ്റെ ഒരു പൗരനായി, സ്വർഗത്തിൻ്റെ പൗരത്വം ഏറ്റെടുക്കാനായിട്ട്. വിശുദ്ധ പത്രോസ് ശ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നിനക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ പ്രലോഭനം ദൈവം നമുക്ക് തരികയില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നഷ്ടപ്പെട്ടുപോയ ദൈവിക ജീവനെ നേടിയെടുക്കാൻ തീരുമാനമെടുക്കുക, സ്വർഗത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തകൾ എടുത്തു കളയുക, സമാധാനം നഷ്ടപ്പെടുന്ന ഒരു വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതിരിക്കുക. പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.